ഹിന്ദു പുരാണങ്ങളിലെ ഏറ്റവും ശക്തവും നിഗൂഢവുമായ ആയുധങ്ങളിൽ ഒന്നാണ് സുദർശന ചക്രം. ഏതൊരു സാധാരണ ആയുധത്തിൽ നിന്നും വ്യത്യസ്തമായി സുദർശന ചക്രം നാശത്തിന്റെ ഒരു കറങ്ങുന്ന ഡിസ്ക് മാത്രമായിരുന്നില്ല. സൂര്യന്റെ കാമ്പിൽ നിന്ന് തന്നെ ആകാശ് ശില്പിയായ വിശ്വകർമാവ് സൃഷ്ടിച്ച ഒരു ദിവ്യശക്തി, പ്രപഞ്ച സന്തുലിതാവസ്ഥയുടെ ഒരു വിപുലീകരണം ആയിരുന്നു അത്. സത്യത്തിന്റെയും നീതിയുടെയും തിന്മയെ ഉന്മൂലനം ചെയ്യാനുള്ള കഴിവിന്റെയും ശക്തി അതിൽ ഉണ്ടായിരുന്നു. എന്നാൽ കൃഷ്ണൻ എങ്ങനെയാണ് ഈ അസാധാരണ ആയുധം കൈവശം വന്നത്? ഐതിഹ്യമനുസരിച്ച് വിഷ്ണു കൃഷ്ണനായി അവതാരമെടുത്തപ്പോൾ നശ്വരലോകത്തിൽ ധർമ്മം ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹത്തിന് സുദർശന ചക്രം ആവശ്യമായി വന്നു. ചിലർ പറയുന്നത് വിഷ്ണു നേരിട്ട് അത് കൃഷ്ണൻ നൽകിയെന്നാണ്. മറ്റൊരു കഥ പറയുന്നത് കൃഷ്ണൻ ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ ലോകങ്ങളിൽ ശിവനോട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ഭക്തിയിൽ സന്തുഷ്ടനായ ശിവൻ അദ്ദേഹത്തിന് സുദർശന ചക്രം നൽകി അദ്ദേഹത്തെ നീതിയുടെ യഥാർത്ഥ സംരക്ഷകനായി അംഗീകരിച്ചു. സുദർശന ചക്രത്തെ യഥാർത്ഥത്തിൽ അതുല്യമാക്കിയത് അതിന്റെ ദിവ്യബുദ്ധിയായിരുന്നു. പ്രയോഗിക്കാൻ വൈദഗ്ധ്യം ആവശ്യമുള്ള ഒരു സാധാരണ ആയുധത്തിൽ നിന്ന് വ്യത്യസ്തമായി സുദർശന ചക്രം സ്വന്തം ബോധത്തോടെ ചലിച്ചു. ശിക്ഷ അർഹിക്കുന്നവരെ മാത്രം ലക്ഷ്യം വച്ചുകൊണ്ട് ധർമ്മത്തെയും അധർമ്മത്തെയും വേർതിരിച്ചറിയാൻ അതിനു കഴിഞ്ഞു. അളവുകളും സമയവും കടന്ന് സഞ്ചരിക്കാനും അതിന്റെ ലക്ഷ്യം നിറവേറ്റിയ ശേഷം അനായാസമായി അതിന്റെ യജമാനന്റെ അടുത്തേക്ക് മടങ്ങാനും ഇതിന് കഴിവുണ്ടായിരുന്നു. ചക്രത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഉപയോഗം കൃഷ്ണനെ ആവർത്തിച്ച് അപമാനിച്ച ശിശുപാലൻ എന്ന രാജാവിന്റെ കഥയിലായിരുന്നു. കൃഷ്ണന്റെ ക്ഷമയും മുന്നറിയിപ്പുകളും ഉണ്ടായിരുന്നിട്ടും ശിശുപാലൻ തന്റെ ദുഷ്പ്രവൃത്തികൾ തുടർന്നു. തന്റെ 100ാമത്തെ കുറ്റകൃത്യം കവിഞ്ഞപ്പോൾ കൃഷ്ണൻ ഒടുവിൽ സുദർശന ചക്രം അഴിച്ചുവിട്ടു. അത് തൽക്ഷണം അവന്റെ തല അറുത്തു, അതിന്റെ ശക്തി പ്രകടമാക്കി. കൗരവ കൊട്ടാരത്തിൽ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപത്തിനിടയിലായിരുന്നു അതിന്റെ ദിവ്യ ഇടപെടലിന്റെ മറ്റൊരു ഉദാഹരണം. ലോകം നിശബ്ദമായി നോക്കി നിൽക്കുമ്പോൾ കൃഷ്ണൻ സുദർശന ചക്രത്തിന്റെ ശക്തി ഉപയോഗിച്ച് ദ്രൗപദിക്ക് അനന്തമായ സാരി നൽകി അവളുടെ അന്തസ് കാത്തുസൂക്ഷിക്കുകയും ധർമ്മം എപ്പോഴും നിലനിൽക്കുമെന്ന് തെളിയിക്കുകയും ചെയ്തു. എന്നാൽ കൃഷ്ണൻ നശ്വരമായ ലോകം വിട്ടുപോയതിനുശേഷം സുദർശന ചക്രത്തിന് എന്ത് സംഭവിച്ചു? ചിലർ അത് വിഷ്ണുവിന്റെ ദിവ്യവാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചെത്തിയെന്ന് വിശ്വസിക്കുന്നു. മറ്റു ചിലർ അത് ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും മനുഷ്യന്റെ ധാരണയ്ക്ക് അതീതമായ ഒരു ലോകത്ത് മറഞ്ഞിരിക്കുന്നുവെന്നും അടുത്ത ധർമ്മ സംരക്ഷകൻ അത് വിളിക്കുന്നതിനായി കാത്തിരിക്കുകയാണെന്നും പറയുന്നു. സുദർശന ചക്രത്തിന്റെ നിഗൂഢത ഭക്തരെയും പണ്ഡിതന്മാരെയും ഒരുപോലെ ആകർഷിക്കുന്നു. അത് എപ്പോഴെങ്കിലും തിരിച്ചുവരും. ഇന്നത്തെ ലോകത്ത് അത് ഉപയോഗിക്കാൻ യോഗ്യനായ ആരെങ്കിലും ഉണ്ടോ? കാലം മാത്രമേ ഉത്തരം നൽകൂ. അങ്ങനെ സുദർശന ചക്രം ദിവ്യനീതിയുടെ ഒരു ശാശ്വത പ്രതീകമായി തുടരുന്നു. ഒരിക്കലും വ്യക്തിപരമായ നേട്ടത്തിനായി ഉപയോഗിക്കാറില്ല, മറിച്ച് നീതിയെ സംരക്ഷിക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്.